The hypotenuse of a right triangle is 1 and 1 by 2 meters, and one of the other sides is 1 by 2 meter. Calculate its perimeter up to a centimeter. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററുമാണ്. അതിൻ്റെ ചുറ്റളവ് സെൻറ്റിമീറ്റർ കൃത്യമായി കണക്കാക്കുക. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെന്താ നമ്മൾ പറഞ്ഞുള്ളത്, ഒരു ഭാഗം 1.5 മീറ്ററാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എത്ര കൊടുക്കാം? 1 and 1 by 2. ബേസ് എന്ത് കൊടുക്കാം? 1 by 2 മീറ്റർ കൊടുക്കാം അല്ലേ. അപ്പോൾ ഒരു സൈഡ് 1 and 1 by 2ഉം അതർ സൈഡ് 1 by 2ഉമാണ്. അപ്പോൾ എഴുതിയത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പേര് കൊടുക്കാം, ABC. ഇനി ഈ ഭാഗത്തിൽ നമ്മൾ എന്ത് പറയും? ഹൈപ്പ് എന്ന് പറയും. ഇത് ബേസ്, ഇവിടെ നമ്മൾ ഓൾട്ട് എന്ന് പറയും. ഓൾട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഓൾട്ട് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പ് സ്ക്വയർ. ഓൾട്ട് കാണാനായിട്ട് എന്താ വേണ്ടത്? ഇവിടെ മൈനസ് ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഹൈപ്പ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇനി ഓൾട്ട് എന്ന് പറയുന്നത് എന്താണ് പേര് കൊടുത്തിരിക്കുന്നത്? AC. അപ്പോൾ AC സ്ക്വയർ. ഇനി ഹൈപ്പ് എന്ന് പറയുന്ന ഭാഗം എന്താണ്? BC സ്ക്വയർ മൈനസ് ബേസ് എന്താണ്? AB സ്ക്വയർ. ഇനി AC സ്ക്വയർ ഈക്വൽ ടു BC എത്രയാണ്? 1 and 1 by 2. 1 and 1 by 2 ഇങ്ങനെ സ്ക്വയർ ചെയ്താൽ. ഇനി മൈനസ് AB സ്ക്വയർ എത്രയാണ്? 1 by 2. ഇനി നമുക്ക് എന്ത് വേണം? ഇത് 1 and 1 by 2 ആണ്, ഇത് 1 by 2 ആണ്. നമുക്ക് ഇതിനെ എങ്ങനെയാക്കി മാറ്റണം? ഈ 1 by 2 പോലെയാക്കി മാറ്റണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? 1 and 1 by 2നെ ആദ്യം ഈ 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 1 into 2 2, 2 plus 1 3. അപ്പോൾ 3 by 2 കിട്ടും നമുക്ക്. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. AC സ്ക്വയർ 3 by 2 ഹോൾ സ്ക്വയർ മൈനസ് 1 by 2 ഹോൾ സ്ക്വയർ. ഇനി എന്ത് വേണം? നമുക്കിതിനെ ഒരുമിച്ചാക്കി മാറണം അല്ലേ. അപ്പോൾ 3നെ നമുക്ക് എന്ത് ചെയ്യാം? 3ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒന്ന് നോക്കി നോക്കിയേ. 3 by 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 by 2 2 പ്രാവശ്യം എഴുതുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 3 9, 2 into 2 4 മൈനസ് അപ്പോൾ 1 by 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 by 2 into 1 by 2. അപ്പോൾ എത്രയാണ്? 1 by ഇവിടെ 9 by 4 എന്ന് വരുന്നത് പോലെ ഇവിടെ 1 by 4 എന്ന് വരും. ഇനി എന്ത് വേണം നമുക്ക്? ഈ 9 അതായത് AC സ്ക്വയർ ആണ് നമുക്ക് എഴുതേണ്ടത് കേട്ടോ. 9ൽ നിന്ന് 1 നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 8 by 4. ഇനി 4ൻ്റെ ഗുണനപ്പട്ടികയിൽ 8 ഉണ്ടോ എന്ന് നോക്കാം. 4 into 2 8 അല്ലേ. അപ്പോൾ 8 by 4, 4ൻ്റെ മൾട്ടിപ്പിൾ 2 into 4 8 കിട്ടുന്നത് കൊണ്ട് ആൻസർ 2. ഇനി അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എഴുതുമ്പോൾ AC അല്ലേ. അപ്പോൾ ഈ സ്ക്വയർ മാറ്റുമ്പോൾ നമുക്ക് എന്ത് വന്നു? √2 എന്ന് എഴുതാം. √2 മീറ്റർ. ഇനി നമുക്ക് ഓരോ സൈഡുകൾ എടുത്ത് എഴുതാം കേട്ടോ. AB പ്ലസ് BC പ്ലസ് AC. AB എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 by 2 പ്ലസ് BC എത്രയാണ്? 1 and 1 by 2. AC എത്രയാണ് നമുക്ക് കിട്ടിയത്? √2 അല്ലേ. അപ്പം ഇനി 1 by 2 പ്ലസ് 1 and 1 by 2 നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു? 3 by 2 എന്ന് എഴുതിയിരുന്നു. അതുപോലെ 3 by 2 പ്ലസ് √2. ഇനി ഇത് രണ്ട് നമുക്ക് കൂട്ടാം. 1നും 3നും കൂട്ടാം. നമുക്ക് എത്രയായി? 4 by 2 പ്ലസ് √2. ഇനി ഈ 4 by 2നെ നോക്കി നിങ്ങൾ. 4 by 2 2ൻ്റെ 4 എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. 2 പ്ലസ് √2. √2ൻ്റെ വാല്യൂ എന്താണ്? √2ൻ്റെ വാല്യൂ 1.5
414. അപ്പോൾ 2 പ്ലസ് √2ൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ നമുക്ക് ഈ നമ്പർ എഴുതാം 1.414. നമുക്ക് ആഡ് ചെയ്യാം 1.414ൻ്റെ കൂടെ 2 ആഡ് ചെയ്യാം 0 0 0 ഉണ്ടോ 414.3. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടി 3.414 മീറ്റർ. നമുക്ക് മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ സെൻറ്റിമീറ്റർ ആക്കാൻ്റെ 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 മീറ്റർ 200 സെൻറ്റിമീറ്റർ, 3 മീറ്റർ 300 സെൻറ്റിമീറ്റർ. എങ്കിൽ ഇവിടെ എത്രയായിരിക്കും കണ്ടോ 3.414 എത്രയായിരിക്കും 3.414 ഇൻറ്റു 100. ഓക്കെ അല്ലേ. അപ്പോൾ 3.414 എന്നുള്ളതിൻ്റെ കൂടെ 2 0 ചേർക്കുക. ഇനി എന്ത് വേണം നമുക്ക് അതിൻ്റെ പോയിൻ്റ് നീക്കണം അല്ലേ. പോയിൻ്റ് ഇല്ലാണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സംഖ്യ കിട്ടുന്നത്. നോക്കാം. കണ്ടോ. അപ്പോൾ ഈ സംഖ്യയല്ലേ ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ സ്ഥാനം നോക്കി മാറ്റണം അല്ലേ. അപ്പോൾ 1 2 3 കണ്ടോ 3 സ്ഥാനം മാറ്റണം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് 1 2 3 മാറ്റും. ഇവിടെ അല്ലേ നമുക്ക് പോയിൻ്റ് വരിക. അപ്പോൾ 3.414 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ ചെയ്യാം. Second question. The picture below shows an equilateral triangle cut into 2 triangles along a line through the middle. നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്? ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ? അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സമഭുജ ത്രികോണത്തിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിലെ ഒരെണ്ണത്തിൻ്റെ ചുറ്റളവ് എത്ര? മുഴുവൻ ത്രികോണത്തിനേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു? അതുമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത പോലെയാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം എങ്ങനെ വരിക? നമുക്കൊന്ന് വരച്ച് നോക്കാം. അല്ലേ, 2 ആക്കി മാറ്റി. എന്താണ് ആദ്യം ഒരു ട്രയാങ്കിളാണ് ചിന്തിക്കുക. പിന്നെ ഇത് ചിന്തിക്കണം, അതിൻ്റെ നടുഭാഗം മുറിച്ച് കഴിഞ്ഞാൽ 2 ട്രയാങ്കിളായി മാറും. അപ്പോൾ അത് കണ്ടുപിടിക്കുക. കണ്ടോ. ഇനി ഒരു ഭാഗം അതിൻ്റെ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തെല്ലാം കണ്ടുപിടിക്കണം? ഇതിൻ്റെ 3 സൈഡ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു, 2 ആയി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 1 1 ആയിരിക്കും. അപ്പോൾ ഈ പിക്ചറിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്തായി മാറും? ഇവിടെ 1 ആയി, ഇവിടെ 2 ആയി. അപ്പം നമുക്ക് ഇവിടെ എത്രയാണെന്ന് അറിയോ? ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇപ്പുറത്തേക്ക് എഴുതി നോക്കിയാൽ നമ്മൾ 2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അല്ല മീറ്ററാണ്. 2 മീറ്റർ 1 മീറ്റർ. നമുക്ക് പേര് കൊടുക്കാം ABC. ഇനി കണ്ടുപിടിക്കേണ്ട ഭാഗം ഓൾട്ടാണ്. ഓൾട്ട് സ്ക്വയർ ആണ്. ഓൾട്ട് സ്ക്വയർ കാണാൻ എങ്ങനെയാണ്? മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഓൾട്ട് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഹൈപ്പ് അല്ലേ ഇവിടെ? ഹൈപ്പും ബേസും ആണ് ഇവിടെ. ഹൈപ്പ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 2 മീറ്റർ. അപ്പോൾ 2 സ്ക്വയർ മൈനസ് ബേസ് എത്രയാണ്? 1 സ്ക്വയർ. അപ്പം ഇനി ഓൾട്ട് എന്ന് പറയുന്നത് എന്താണ് പേര് കൊടുത്തുള്ളത്? BC. അപ്പോൾ BC സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 2 4. അപ്പോൾ 4 മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1
1. ഇനി ബി സി സ്ക്വയർ 4 1 കുറച്ചാൽ എത്ര 3. ഇനി ബി സി ഈക്വൽ ടു എന്താണ് സ്ക്വയർ മാറ്റി കഴിഞ്ഞാൽ 3 എന്തായി മാറും √3 √3 മീറ്ററായി മാറും. ഇനി നമുക്ക് എന്താണ് ഇതിൽ ചുറ്റളവ് കാണണം. ചുറ്റളവ് കാണാൻ എങ്ങനെയാണ് മുഴുവൻ ഭാഗങ്ങൾ എടുത്ത് എഴുതാം നമുക്ക് കേട്ടോ. പെരിമീറ്റർ ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്റർ എത്രയാണ് 2 + 1 + √3 അല്ലേ. ആ സൈഡ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 2 1 ഓൾട്ട് കിട്ടിയത് √3. ഇനി 2 + 1 എത്രയാണ് നമുക്ക് 3 3 + √3 √3ൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് 1.732. അപ്പം നമുക്ക് ഇനി അത് എഴുതാം 3 + 1.732. ഇനി നമുക്കിവിടെ ആഡ് ചെയ്യാം 1.732 3 2 3 7 4. അപ്പോൾ 4.732 മീറ്റർ. ചുറ്റളവ് കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം. 2 + 2 + 2 എത്ര കിട്ടി നമുക്ക് 2 2 4 2 6 അല്ലേ. ഈ വലിയതിൻ്റെ തന്നെ എന്ത് വേണം നമുക്ക് വലിയൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പോൾ 6 - 4.732 മീറ്റർ. നമുക്ക് കുറച്ച് നോക്കാം. 6 4.732 ഇവിടെ ചെയ്യാൻ 0 ഇട്ട് കൊടുക്കാം. മുകളിൽ കുറയ്ക്കാം. എങ്ങനെ കുറയ്ക്കുക ഇവിടെ 1 കൊടുക്കുക. ഇത് 2 വെട്ടിക്കഴിഞ്ഞാൽ 9 9 6 വെട്ടിയാൽ 5. ഇനി 2 10 ആവാനായിട്ട് എത്രയാണ് 8. അപ്പോൾ 3 9 ആവാൻ എത്രയാണ് 4 5 6 7 8 9 6 7 9 ആവാൻ എത്രയാണ് ഇവിടെ 2.45 ആവാനായിട്ട് 1. അപ്പോൾ 1.268 മീറ്റർ.